Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഓരോ ദിവസവും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഉപകാരങ്ങൾ എത്ര വലുതാണ്. ആ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി തന്ന് കാൽവറിയിൽ യാഗമായി തീർന്നു. ആ യാഗത്തിലൂടെ നമുക്ക് പാപക്ഷമ ലഭിപ്പാൻ വേണ്ടി യേശു നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. സ്നേഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു പ്രേമമല്ല. യേശുവിൻ്റെ സ്നേഹം തൻ്റെ ജീവൻ ചൊരിഞ്ഞ സ്നേഹമാണ്. ലവ് ഈസ് എ കമാൻഡ്. സ്നേഹിക്കുക എന്നത് ഒരു കൽപ്പനയാണ്. സ്നേഹിക്കണം എന്ന തീരുമാനം അനുസരണത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. സ്നേഹിക്കണമെന്ന് നാം തീരുമാനമെടുക്കുമ്പോൾ തന്നെ നാം ദൈവത്തെ അനുസരിക്കുന്നു. അത് ഒരു പ്രവൃത്തിയാണ്. ആമേൻ. 1 യോഹന്നാൻ 4:21 പഠിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി സ്വന്തം സഹോദരങ്ങളെ സ്നേഹിക്കണം. സ്നേഹം എവിടെ നഷ്ടപ്പെടുന്നോ അവിടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. സ്നേഹം നഷ്ടപ്പെടുമ്പോൾ ഇല്ലാത്ത പല കഥകളും പറഞ്ഞുണ്ടാക്കും. സ്നേഹം നഷ്ടപ്പെടുമ്പോൾ ആമേൻ മറ്റുള്ളവർക്കെതിരെ ദോഷം ചെയ്യുവാൻ തുടങ്ങും. സ്നേഹം കുറയുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പീൻ എന്നൊരു വലിയ കൽപ്പന ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ആമേൻ. കുഞ്ഞുങ്ങൾ പേരൻസിനെയും പേരൻസ് കുഞ്ഞുങ്ങളെയും സ്നേഹിക്കണം. ഇന്ന് അനേക കുടുംബങ്ങളിൽ ലഭിക്കാത്ത ഒരു കാര്യമാണ് സ്നേഹം. സ്നേഹം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ വരുമ്പോൾ നാം എല്ലാ മതിലുകളും എല്ലാ വിദ്വേഷങ്ങളും കവച്ചു വെച്ച് അപ്പുറത്ത് പോയി സ്നേഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. കാണപ്പെടുന്ന തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുവാൻ കഴിയും? നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾക്ക് യേശുവിനോട് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടെങ്കിൽ ആ യേശുവിൻ്റെ കൽപ്പന നിങ്ങൾ അനുസരിക്കും. കൽപ്പന എന്ന വാക്ക് ആമേൻ നാം മനസ്സിലാക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇതുവരെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം നഷ്ടമാക്കരുത്. യേശു വരാറായി. ഈ യേശു വരുമ്പോൾ യേശുവിനോട് ഒരുമിച്ച് പോകണമെങ്കിൽ നാം ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് യേശുവിനോട് പറയുക, യേശുവേ, എൻ്റെ പാപമെല്ലാം അങ്ങ് കഴുകിക്കളയണമേ. അങ്ങയുടെ മകനായി മകളായി എന്നെ തീർക്കണമേ എന്ന് ഹൃദയം തുറന്ന് പറയുക. സ്നേഹമില്ലാത്തതുകൊണ്ട് ആമേൻ കുടുംബങ്ങൾ തകരുന്നു. സ്നേഹമില്ലാത്തതുകൊണ്ട് വലിയ വളർച്ച തടയപ്പെടുന്നു. സ്നേഹമില്ലാത്തതുകൊണ്ട് കൂടെയുള്ളവർ വിട്ടുപോകുന്നു. സ്നേഹം കുറയുമ്പോൾ കോടതികളിലും ഡിവോഴ്സിലേക്കും പോകുന്നു. ജീവിക്കണ്ട, പിരിയ, സ്നേഹത്തിൽ വിളിച്ച വിളി മാറി വളരെ ദേഷ്യത്തിൽ വിളിക്കുന്ന വിളികളായി. ഇതെല്ലാം ഈ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കാൻ ഉള്ള ഒരു കപ്പാസിറ്റി ലഭിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. യേശുവിൻ്റെ കാൽവറി മരണം വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറയുക മാത്രമല്ല,
യേശുവിൻ്റെ കാൽവറി ക്രൂശിനോട് ചേരുന്ന ആ വിശ്വാസ സ്നാനം നിങ്ങൾ സ്വീകരിക്കണം. സ്നാനം ഇതൊരു സഭയിൽ ചേരാനല്ല. നിങ്ങളുടെ ജീവിതത്തിൽ യേശു വരുമ്പോൾ യേശുവിനോട് ഒരുമിച്ച് പോകണം. അതിനുവേണ്ടിയാണ് ഈ സ്നാനം. യേശു യോർദാനിലിറങ്ങി സ്നാനപ്പെട്ടു. ആ സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള ഒരു കാര്യമാണ് വിശ്വാസസ്നാനം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ വിശ്വസിച്ച് വിശ്വാസസ്നാനം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഏത് വ്യക്തിയായിക്കൊള്ളട്ടെ, നിങ്ങളത് വേഗം സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതം ധന്യതയിലെത്തിക്കൂ. യേശു വരാറായി. യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, ഈ വചനം കേട്ട കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹബന്ധങ്ങൾ തിരിച്ചെടുക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പുനരുത്ഥാനത്തിൻ്റെ ശക്തി പകരണമേ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ സ്നാനപ്പെടുവാൻ വേണ്ടി തീരുമാനമെടുക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയ്ക്ക് വേണ്ടി ഹൃദയം കൊടുക്കാൻ തീരുമാനിച്ച കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഇത് വിവിധ പ്രശ്നങ്ങളിൽ ഇരിക്കുന്നവർ വാച്ച് ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഇതൊരു അത്ഭുതമാക്കി ദൈവം മാറ്റണമേ. രക്തം കൊണ്ട് മുദ്ര ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ഞായറാഴ്ച രാവിലെ 10 മുതൽ 1 മണി വരെ സഭാരാധന നടക്കുന്നു. ഈ ദിവസങ്ങളിൽ ഒരുപാട് പേരുടെ വിടുതലുകൾ ആമേൻ ഈ ഞായറാഴ്ച സർവീസുകളിൽ നടക്കുന്നു. നിങ്ങളാരും മിസ് ചെയ്യരുത്. ഈ ആഴ്ചയിൽ ബിജി അഞ്ചല് നമ്മളോടൊപ്പം ശുശ്രൂഷിക്കും. ഞങ്ങൾ ഒരുമിച്ച് നമുക്ക് ശുശ്രൂഷിക്കാം. എല്ലാവരും കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. ഗോഡ് ബ്ലെസ് യു. ലവ് യു.